നല്ല സൈസ്, ബിഗ് സൈസ്. കളർ വ്യത്യാസമുണ്ട് അല്ലേ? നമസ്കാരം, നെക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 3 മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്ന് നമ്മുടെ നവീൻ, നമ്മുടെ സ്വന്തം നവീൻ, കർണാടക. രണ്ടാമത് നമ്മുടെ തന്മയ് ജോഷി എന്ന് പറഞ്ഞ അദ്ദേഹം. മൂന്നാമത് നമ്മുടെ മമത ഖഡാരിയ. നമസ്തേ. റിംഗ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 2 പാമ്പുകളെ മറ്റേ കണ്ടെന്ന് പറയും. അവരോട് കോൾ വരുന്നുണ്ട്, പറയുന്നുണ്ടായിരുന്നു. അടിപൊളി. അവർ उनको मैं भी पूछा मैंने तो वो बोले हमें पता नहीं पर 2 सांप थे. 2 സാപ്പ്. അവർ 2 പാമ്പിനെ കണ്ടു, 2 മാറ്റി. ഇദ്ദേഹം പറഞ്ഞു ഇവിടെ റസൽ സോയ്പ്പനെയൊക്കെ കാണുന്ന ഒരു ഏരിയയാണ്, ഒരു മേഖലയാണ്. പക്ഷെ ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധ്യത കോബ്ര, പൈത്തൻ. കാരണം ഇവിടെ വെള്ളം, നമ്മുടെ ഒരു ലേക്കാണ്. नमस्कार 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 नमस्कार. नाम क्या है भाई? यादव, बनारसी यादव. यादव, सुपर. यादव. नाम क्या है? दीनानाथ यादव. दीनानाथ यादव. दीनानाथ यादव. അടിപൊളി. നോക്കിയേ, അയ്യോ നോക്കി, അടിപൊളി. അയ്യോ നമ്മുടെ നാട്ടില് സൂപ്പർ. എന്ത് മനോഹര കാഴ്ച, എന്ത് സൂപ്പർ. നോക്കിക്കോളൂ, അതിലുപരി ഒരു അപ്പുറത്തുണ്ടല്ലേ ഒരു കമ്പ് വെച്ച് കെട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക, മീനൊക്കെ പിടിച്ചിട്ട്. ഇറണ്ടാന്നാണ് നമ്മൾ നാട്ടിൽ ഇങ്ങനെ രണ്ടുപേരും ഇരിപ്പോൾ. നോക്കി, 2 ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ അത് നോക്കി നെസ്റ്റിംഗ് ടൈം ആണെന്ന് തോന്നുന്നു. കടൽക്കാക്ക, അതുപോലെ നമ്മളെ വലിയ കൊറ്റി, നമ്മളെ സാധാരണ കോമൺ കൊറ്റി. ഇങ്ങോട്ടൊക്കെ ഉണ്ട് നമ്മുടെ എന്താ പറയുക, അവിടെയൊക്കെയാണ് നമുക്ക് കാണാം ഒരുപാട്. എന്തായാലും സൂപ്പർ. मैडम जी पूछ लिया. ये लकड़ी क्या, लकड़ी का अंदर है? हाँ, वो लकड़ी के अंदर गया. बड़ा बड़ा. आप कहाँ देखा था? അവിടെ നിന്ന് എഴഞ്ഞു വന്ന് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ യാദവിൻ്റെ ഇതേ സഹോദരൻ പറയുന്നത് അവിടെ നിന്ന് എഴഞ്ഞു വന്ന് ഇതിനകത്ത് കയറിയെന്നാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളെല്ലാം തന്മയ്. അപ്പോൾ നമ്മൾ സൂപ്പർ. ഇതുണ്ടല്ലോ, ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് ഇതൊരു ടാങ്കാണ്. ഈ വലിയ കുറേ ഇതൊക്കെ പണി ചെയ്യുമ്പോൾ സമയത്ത് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് ക്യൂറിങ്ങിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, വെള്ളം ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ടാങ്കാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അത് അവർ അടച്ചു വെച്ചിരിക്കുന്നത്, വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 2 പേര്, ഇപ്പോൾ ഈ ചേട്ടൻ, നമ്മുടെ യാദവ് ചേട്ടൻ പറയുന്നത് ഇതുവഴി ഇങ്ങനെ എഴിഞ്ഞു വന്ന് ഇതിനകത്ത് കയറി 2 പേരുണ്ടായിരുന്നു. ഒരു ബെടാവാല, ചോട്ടാവാല, ഒന്ന് വലുത് ഒന്ന് ചെറുതെന്നാണ്. അപ്പോൾ നമ്മൾ സമയങ്ങളല്ല. അപ്പോൾ നമ്മുടെ നവീൻജി, എടുത്താൽ പതുക്കെ നമുക്ക് പതുക്കാൻ വരട്ടെ, പേടിപ്പിക്കാതെ. മാറ്റിങ് ആയതുകൊണ്ട്
മമതാജി നമുക്കിവിടെ കാണാം അത്ര വലുതൊന്നുമല്ല ചെറുത് ഇതാ നോക്കിയുള്ളൂ കോബ്രയുടെ വാല് നോക്കിയുള്ളൂ മാം കോബ്ര इंडियन स्पेक्टिकल इंडियन स्पेक्टिकल हाईली वेनमस हाईली वेनमस Most छोटा aggressive छोटा cobra. छोटा छोटा है आराम से तन्मय दो है क्या दो രണ്ട് പാമ്പാണ് അവിടെയാണ് ഓ അത് നല്ല സൈസാണ് അത് അടിപൊളി അടിപൊളി ഓ ദേ ഓ അതർ വൺ മീഡിയം സൈസ് അത് നല്ല സൈസാണ് അടിപൊളി ഇതൊന്ന് നമുക്ക് കാണാം ഒന്ന് ബിഗ് സൈസ് വലിയ സൈസ് നോക്കിയോളൂ വലിയ സൈസ് മറ്റത് ഒരു ചെറിയൊരു ആവറേജ് മീഡിയം ഇത് 2 കോബ്ര മാറ്റിംഗ് ടൈം നമുക്ക് നോക്കാം ഇത് തന്മയ് ഓ സൂപ്പർ 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 അടിപൊളി ഒരു രക്ഷയില്ല 2 കോബ്ര രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ സൂപ്പർ സൂപ്പർ ഓ ഓ ബെടാ വല ബെടാ ये साइज मिलता है क्या बड़ा वाला है हाँ मोस्टली बड़ा साइज यहाँ पे मिलता ही है ये बिग साइज है ഓ അപ്പോൾ ഇവര് പുള്ളിക്കാരത്തി പറയുന്നത് തന്നെ പറയുന്നത് ഇതൊരു നല്ല സൈസ് ബിഗ് സൈസ് പക്ഷേ ഇതിന് പ്രത്യേകമുള്ള ഇതിന്റെ ഒരു കളർ ലൈൻ ഉണ്ട് ഇത് കളർ വ്യത്യാസം അല്ലേ നവീൻ ഗോൾഡൻ കളർ ഗോൾഡിഷ് കളർ ഗോൾഡൻ Just കളർ shading. സൂപ്പർ ആ നമുക്ക് എന്തായാലും കാണുക അവിടെ നവീൻ നവീൻ ആ. ഓ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല നമുക്ക് സൈസ് ഉണ്ട് നല്ല വുഡ് അല്ലേ ആ, നല്ല wood ഉണ്ട്. അച്ഛാ വുട്ടായി അച്ഛാ സൂപ്പർ നല്ല കിക്കോപ്പർ സൈസ് ഉണ്ട് ഓ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ലതാ സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ല ബടാ വല തന്മയ് ചോടാ ഈ വട കാട്ടാ കാട്ടാ അച്ഛാ ഓക്കെ തന്മയ് देख वो तो ज्यादा एक्टिव है അടിപൊളി ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ പത്തിയിൽ വേറെ വ്യത്യാസം എനിക്ക് തോന്നി എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം കാണുമെന്ന് വിചാരിച്ചു പക്ഷേ അല്ല മോൾഡിൻ ടൈപ്പ് शेडिंग മോൾഡിൻ ടൈപ്പ് സൂപ്പർ ठीक है സൂപ്പർ ശരി കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അറിയാം ഏ കാട്ട കാട്ട ഓക്കെ ये काटता है वो കാട്ട ഏ സൈലന്റ് 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 ഓക്കെ സൂപ്പർ ഒരു രക്ഷയില്ല ഇത് ചട്ടപൊഴിക സ്കിൻ ഷെഡ് ചെയ്യാറായി ഇതും സ്കിൻ ഷെഡ് പക്ഷേ മാറ്റിംഗ് നൈഹേ മാറ്റിംഗ് അല്ല ഉറപ്പ് फीमेल है छोटा वाला ये बड़ा वाला यहाँ पे अर्बन में मोस्टली ज्यादा कोबरा और वाइपर ही मिलता है हमको रेयर जो मिलता है वो सॉस्केल वाइपर है बट Sawscale. यहाँ पर वाइपर क्रेट और कोबरा ही ज्यादा मिलता ഓ, है അപ്പോൾ- अर्बन में हमारे അപ്പോൾ ഇവര് പറയുന്നത് മോർക്കൻ അണലി ശങ്കൂരൻ ഇത് മൂന്നിന് അതായത് കോബ്ര വൈപ്പർ ഇന്ത്യൻ കോമൺ കൈറ്റ് എല്ലാത്തിനും ഇവിടുന്ന് കിട്ടും പക്ഷെ കൂടുതൽ കിട്ടുന്നത് കോബ്രയാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും സൂപ്പർ ഒരു രക്ഷയില്ല നമ്മുടെ ഈ പക്ഷേ ഇത് കുറച്ച് ബൈറ്റ് മോഡ് ഓക്കെ വൈറ്റ് മോഡ് ഉണ്ടോ സൂപ്പർ ബൈറ്റ് മോഡ് പക്ഷെ ഇത് ഇത് എന്തായാലും രണ്ടും സൂപ്പർ ഒരു രക്ഷയില്ല ഇത് നല്ല സൈസ് ഇതിപ്പോ ഒരു 5.5 മീറ്റർ ഇത് 5 ഫീറ്റ് ഇത് 4 ഫീറ്റ് 4 അടിയോളം നീളം ഇതിനുണ്ട് ഇത് 5 അടിയോളം നീളം ഇദ്ദേഹത്തിന്റെ 5 അടി നീളം ഹൈറ്റ് ഉണ്ട് പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഷോൾഡർ വരെ ഹൈറ്റ് ഉണ്ട് മമതാജി ഫുൾ ഹൈറ്റിൽ കൂടുതൽ ഇതിനുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക 5 അടിയോളം നീളമുണ്ട് ഇതിന് ഏകദേശം 4 അടിയോളം നീളമുണ്ട് എന്തായാലും സൂപ്പർ രണ്ടുപേരും നമ്മളൊക്കെ ഒന്നും അല്ല ഇവരാണ് ഇപ്പോഴത്തെ താരങ്ങൾ അല്ലേ താരങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ താരങ്ങൾ നമ്മുടെ മമതാജി അതോടൊപ്പം തന്നെ നമ്മുടെ തന്മയ് രണ്ടുപേരും സൂപ്പർ
ഓക്കെ സൂപ്പർ. അപ്പോൾ മമതാജി ഒരു 500-ലേറെ 6 വർഷം കൊണ്ട് 500-ലേറെ പാമ്പുകളെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. കടൽപ്പാമ്പാണ് കൂടുതലും, കടൽപ്പാമ്പ് കോബ്രയും. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രത്യേകത എന്നറിയാം, ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് വ്യത്യാസം. ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡ് ഓൾറെഡി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഒരു കുഴപ്പം കാണുന്നത് കണ്ണിനും ചുണ്ടിനും ഒരു പ്രത്യേകതയാണ്. ചുണ്ട് ഒരു എന്തായാലും മുറിഞ്ഞതിന് ശേഷം ഉണങ്ങി വന്നതുപോലെയാണ് ആ ചുണ്ട് കാണുന്നത്. നോക്കിയതാ ചുണ്ട്, നോക്കിയുള്ളതാ ചുണ്ട് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഉണങ്ങിയതിന് ശേഷം മുറിഞ്ഞതിന് ശേഷം കരിഞ്ഞു വന്ന ചുണ്ട് പോലെയാണ് തോന്നുന്നത്. കണ്ണിന് ഇവർ രണ്ടുപേരുടെ കണ്ണ് തമ്മിൽ നോക്കി, കണ്ണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലുപരി നല്ല ആരോഗ്യം, ഫുൾ ഹെൽത്തി, സൂപ്പർ, ഓക്കെ. അപ്പോൾ ഇതും അതുപോലെ നല്ല ഹെൽത്തിയാണ് അത്. പക്ഷേ ഇതിന് ചാർജ് അതാണ് തന്മയ് ജോഷി കറക്റ്റ് അതിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ബൈറ്റ് നീളം കുറവാണ്, പെട്ടെന്ന് കയ്യിലേക്ക് ബൈറ്റ് വരാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ ടൈലൻഡ്, അപ്പോൾ അദ്ദേഹം അടിപൊളിയായി പിടിച്ച മമതാജി ചുമ്മാ വീട്ടിലെ പൂച്ചയെ പോലെ, ബില്ലി പൂച്ചയെ പോലെ അല്ലെങ്കിൽ ഡോഗിനെ പോലെ ഇങ്ങനെ നോക്കി ഞാൻ വളർത്തുന്നതാണ്, എൻ്റെ വീട്ടിലുള്ളതാണെന്ന് പറയുന്നത് പുള്ളിക്കാരത്ത് നോക്കി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ല, സൂപ്പർ. രണ്ടുപേർക്കും കിട്ടിയ അതിഥികൾ, നല്ല ചാർജിങ് അതിഥിയാണ്. സൂപ്പർ. നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ അണചേരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 10-25ഓളം കേസുകൾ നമുക്ക് കിട്ടേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലല്ല, നമ്മളിപ്പോൾ മുംബൈയിലാണ്. ഇനിയിപ്പോൾ മിക്കവാറും ഇതിനെ ചാർജ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് നല്ല ചെറുത് നല്ല ചാർജിങ്. അതുപോലെ തന്മയ് നോക്കിയിരിക്കുന്നത്, കാരണം തന്മയുടെ കൈ നീളം കുറവാണ്, ഇത് ചെറിയ ഒരു നീളമേ ഉള്ളൂ, പെട്ടെന്ന് കയ്യിലേക്ക് ബൈറ്റ് വരാൻ സാധ്യതകളാണ്. തന്മയ് കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. मोस्टली चेकर्ड और रेड स्नेक, പുള്ളിക്കാരത്ത് പറഞ്ഞു വെച്ചാൽ ചെക്കൻ കിൽബാക്കിന്റെയും വൂൾഫിന്റെയും റാറ്റ് സ്നേക്കിന്റെയും ചേട്ടൻ ബൈറ്റ് കടികൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ മൂർഖൻ ഇനമാണ് ഇന്ത്യൻ മൂർഖൻ അഥവാ ഇന്ത്യൻ സ്പെക്ടക്കിൾഡ് കോബ്ര. ശാസ്ത്രീയ നാമം നാജ. ഇവ ഇന്ത്യയിലെ ബിഗ് 4 പട്ടികയിൽ ഉള്ള പാമ്പാണ്. ഇന്ത്യൻ സംസ്കാരത്തിലും കഥകളിലും ഈ പാമ്പുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഇടത്തരം വലുപ്പത്തിൽ വൃത്താകൃതിയിലുള്ള കണ്ണുകൾ, ത്രികോണാകൃതിയിലുള്ള ഉരുണ്ട അഗ്രമുള്ള തല, പുറംഭാഗം മഞ്ഞയോ തവിട്ടോ ചാരനിറമോ ആയി കാണപ്പെടുന്നു. കറുത്തിരിക്കുന്നതിനെ കരിമൂർഖൻ എന്നും, തവിട്ട് നിറമുള്ളതിനെ പുല്ലാനിമൂർഖൻ എന്നും, മഞ്ഞ നിറമുള്ളതിനെ സ്വർണനാഗം അല്ലെങ്കിൽ നാഗമെന്നും വിളിക്കുന്നു. മഹാരാഷ്ട്രയിൽ കറുപ്പ് നിറമുള്ള മൂർഖൻ പാമ്പുകളെ സാധാരണയായി കാണപ്പെടുന്നു. ആകർഷകമായ രീതിയിൽ പത്തി ഉയർത്തി നിൽക്കുന്നവ ആയതിനാൽ തന്നെ ഇവയെ മറ്റു പാമ്പുകളിൽ നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂരിഭാഗം ഇന്ത്യൻ മൂർഖനിലും പത്തിയിലെ കണ്ണട അടയാളം വ്യക്തമായി കാണാം. എന്നാൽ ചിലതിൽ അവ്യക്തവും അപൂർണവുമാകാം. ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത്. ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു ജീവി മരിക്കുവാനാവശ്യമായ വനത്തിന്റെ 10 ഇരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട്. നിത്യഹരിത വനങ്ങൾ, വയലുകൾ, ഇലപൊഴിയും കാടുകൾ, ചതുപ്പുകൾ, നിബിഡ വനങ്ങൾ, പാറക്കെട്ടുകൾ എന്നിങ്ങനെ എല്ലായിടങ്ങളിലും ഒരേപോലെ കാണപ്പെടുന്നുണ്ട്. മേൽക്കൂരകളിലേക്കും മരത്തിന്റെ മുകളിലേക്കും കയറുവാൻ ഇവയ്ക്ക് കഴിവുണ്ട്. ഇന്ത്യയിൽ ഇതുകൂടാതെ മറ്റ് 2 ഇനം മൂർഖൻ വർഗ്ഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. കാസ്പിയൻ കോബ്ര, മോണോക്ലേഡ് കോബ്ര എന്നിവയാണത്. ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി, തവള, പക്ഷികൾ, മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെ മറ്റ് പാമ്പുകൾ എന്നിവയാണ്. ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് ഇവ. ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് എന്നത് മറ്റൊരു കാര്യം. മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ടുകിടക്കുന്നു. 58 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട്. ഇവർ കടിക്കുവാനും മിടുക്കന്മാരാണ്. ഇവയുടെ വെനം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. വെനത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ, കാർഡിയോടോക്സിൻ എന്നീ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂപ്പർ, थैंक यू सो मच അടിപൊളി, സൂപ്പർ തന്മയ്, അടിപൊളി, സൂപ്പർ അണ്ണാ, अच्छा സൂപ്പർ, 3 आदमी സൂപ്പർ, 5 ആദ്മി സൂപ്പർ, സൂപ്പർ. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ
എന്താ പറയുക നമ്മുടെ എന്താ പറയുക നമ്മുടെ യാദവ് ചേട്ടൻ അവർ എല്ലാവരും 5ഓളം പേരുണ്ട് അവരിവിടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ അല്ല ഇതിൻ്റെ ഈ റിങ്ങിൻ്റെയും നമ്മുടെ സിമെൻറ്റ് പൈപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും സൂപ്പർ. അവർ കണ്ടു, അവർ തന്മയി ജോഷിയെ വിളിച്ചു, അവർ ഒരുമിച്ച് വന്നു. അപ്പം നമുക്ക് കോൾ കണക്ട് ചെയ്തു. അപ്പം നമ്മൾ വന്നത് എന്തായാലും നമുക്ക് വേസ്റ്റ് ആയില്ല. മെയിലും ഫീമെയിലും അല്ല. അതിനുപരി വേറെ പ്രത്യേകമുള്ളത് ഇവർക്ക് മലയാളം അറിഞ്ഞൂടെ, ഓൺലി ഹിന്ദി. അച്ഛാ ഹേ ബായ്. സൂപ്പർ, കൊള്ളാം, അടിയായി, നന്നായിരിക്കുന്നു, സൂപ്പർ, അടിപൊളി. നമ്മളെ മലയാളം പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഹിന്ദി പിടിച്ചപ്പോൾ നമ്മൾ കേരളത്തിൽ കൊണ്ട് ഇവർക്ക് ഇവിടുന്ന് ആനയൊക്കെ വാങ്ങിച്ച് കേരളത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. മലയാളം പറയുമ്പോൾ ആന തിരിഞ്ഞേക്കും, ഒന്നും കേൾക്കുന്നത്. അതുപോലെ ഹിന്ദി പറയുമ്പോൾ ആന നേരെ സൂപ്പറായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ 2 മൂർഖനദികൾ നമ്മൾ കണ്ടു, അവർ 2 പിടിച്ചു, അവർ നമുക്ക് പരിചയപ്പെടുത്താൻ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജയ് നമുക്കൊരു ചാക്ക് തരാമോ? സൂപ്പർ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കണം. ഓക്കെ, നമ്മുടെ ഓക്കെ മാം, ഓക്കെ, സൂപ്പർ, ചാവോ, സൂപ്പർ, ആടിപ്പൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മളിതിനെ എന്തായാലും സേഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ, ഒരു രക്ഷയില്ല, 2 എണ്ണവും അടിപൊളി, സൂപ്പർ. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക, നമ്മുടെ നവീനോടൊപ്പം, നമ്മുടെ തന്മയ് ജോഷിയോടൊപ്പം, നമ്മുടെ മമത ഖഠാറിനോടൊപ്പം നമ്മുടെ യാത്ര ഇതിനെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുപോലെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 6 പേരുടെയും നന്ദി, നമസ്തേ.